ഭാഗം 23. വൈകുന്നേരം വീട്ടിലേക്ക് കയറി വന്ന ദിവ്യയോട് യാതൊരു വിധത്തിലുള്ള ഭാവവ്യത്യാസങ്ങളുമില്ലാതെയാണ് രണ്ടുപേരും സംസാരിച്ചത്. മുറിയിലേക്ക് ചെന്ന് കുളിച്ച് വേഷം മാറി അവൾ ഡൈനിങ് ടേബിളിൽ എത്തിയപ്പോൾ കാപ്പിയും എത്തിയിരുന്നു. പിന്നെ ദീപക്കുമായി ഓട്ടടയ്ക്ക് വേണ്ടി ഒരു പിടിവലി കൂടി നടന്നു. ഇതിനിടയിൽ ദീപ്തി രണ്ടുപേരെയും ശകാരിക്കുകയും ചെയ്തു. കഴിച്ചു കഴിഞ്ഞാണ് മെല്ലെ അടുക്കളയിലേക്ക് ചെന്നത്. അമ്മ കുളിക്കുകയാണെന്ന് മനസ്സിലായതോടെ അവിടെ ഇരുന്ന അമ്മയുടെ ഫോൺ എടുത്ത് ഓണാക്കാൻ നോക്കിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ല. ഫോൺ കുത്തിയിട്ട് നോക്കിയിട്ട് ചാർജ് കയറുന്നില്ല. പെട്ടെന്ന് അവൾക്കൊരു അപകടം തോന്നി. ഫോണിന് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന പരിഭ്രാന്തി മനസ്സിലേക്ക് നിറഞ്ഞു. കുറേ സമയം പ്രയത്നിച്ചിട്ടുണ്ട്. യാതൊരു ഫലവും കാണാതെ വന്നപ്പോൾ അവൾ അത് ഉപേക്ഷിച്ചു. പിന്നീട് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല. നാമജപമെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്ന് ഒന്നും അറിയാത്ത പോലെ അമ്മയോട് ചോദിച്ചു, അമ്മയുടെ ഫോണിന് എന്തു പറ്റി? ഞാൻ നീതുവിനെ ഒന്ന് വിളിക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അമ്മയും ദീപ്തിയും മുഖാമുഖം നോക്കി. കണ്ണുകൾ കൊണ്ട് അമ്മയോട് എന്തോ ഒന്ന് പറഞ്ഞു. അമ്മ ആ നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി ഭാവവ്യത്യാസമൊന്നുമില്ലാതെ പറഞ്ഞു, അതിനെന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ മുതൽ ചാർജ് നിൽക്കുന്നില്ല. ഉച്ചയ്ക്കെല്ലാം ഞാൻ കുത്തിയിട്ട് നോക്കി, പക്ഷെ ഓണാവുന്നില്ല. അവളുടെ മുഖം കാണുന്നതും അവിടെ പരിഭ്രാന്തി നിറയുന്നതും കണ്ടിരുന്നു. പരീക്ഷയല്ലേ, നിനക്കൊന്നും പഠിക്കാനില്ലേ? ദീപ്തി ചോദിച്ചപ്പോൾ അവൾ ഉണ്ടെന്ന് പറഞ്ഞു പോയിരുന്നു. പുസ്തകം എടുത്തുകൊണ്ടുവന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോഴും അതിലല്ല ശ്രദ്ധയെന്ന് അവൾക്ക് തോന്നി. അവനെപ്പറ്റി ഒന്നും അറിയാതെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയോന്നും ട്രെയിനിങ് എന്തുവായി, താമസ സൗകര്യങ്ങൾ ശരിയായോ എന്നുമൊക്കെയുള്ള ആവലാതികൾ അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു. നാളെ നീതുവിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാമെന്ന് അവൾ ആശിച്ചിരുന്നു. അങ്ങ് കാതങ്ങൾക്കപ്പുറം മറ്റൊരുത്തൻ്റെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. അവളുടെ ശബ്ദം കേൾക്കാതെ അവൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇത്ര നേരമായിട്ടും അവൾ വിളിക്കാഞ്ഞത് അവനിലും പരിഭ്രാന്തി നിറച്ചു. കുറേ സമയം കാത്തിരുന്നിട്ടും വിളി വരാതിരുന്നപ്പോൾ അവനൊരു മെസ്സേജ് അയച്ചു. അതിനും യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും വരാതായപ്പോൾ രണ്ടും കൽപ്പിച്ചവൻ മറ്റൊരു നമ്പറിൽ നിന്നും ആ ഫോണിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ് എന്ന മറുപടി അവൻ്റെ ഹൃദയത്തെ തകർക്കാൻ കഴിവുള്ളതായിരുന്നു. പിറ്റേന്ന് സാധാരണ ഉണരുന്നതിലും നേരത്തെയാണ് അവൾ ഉണർന്നത്. പെട്ടെന്ന് തന്നെ കുളിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. നിനക്ക് എത്ര പരീക്ഷ കൂടിയുണ്ട്? മുറിയിലേക്ക് വന്ന ദീപ്തി ചോദിച്ചു. 2 കൂടിയേ ഉള്ളൂ, നാളെ കൂടി. അത് കേട്ടപാടെ അവൾ അടുക്കളയിലേക്ക് ചെന്നു. അവൾക്കിനി 2 പരീക്ഷ കൂടി ഉണ്ടെന്ന്, ഇന്നും നാളെയും. അതിനെന്താ? മനസ്സിലാവാതെ അമ്മ ദീപ്തിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അമ്മ എന്താ ഒന്നും മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്നത്? ഇപ്പോൾ അവൾ ആരെങ്കിലും കൂട്ടുകാരികളുടെ ഫോണിൽ നിന്ന് അവനെ വിളിച്ച് അമ്മയുടെ ഫോൺ കേടാണെന്നുള്ള കാര്യം പറയില്ലേ? അത് ശരിയാ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എന്തേലും ചെയ്യണം. നമുക്ക് ഈ വീട്ടിൽ വെച്ച് അവളെ കൊണ്ട് വിളിക്കാതിരിക്കാനല്ലേ പറ്റൂ. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇനി ഞാൻ അതിനൊരു വഴി കണ്ടിട്ടുണ്ട്. ഇനി 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. 2 ദിവസം കൂടി കഴിഞ്ഞാൽ കോളേജ് അടയ്ക്കും. പിന്നീട് കുറച്ച് നാൾ അവൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ കണ്ണും ഉണ്ടാവും. അതുവരെയുള്ള കാര്യം 2 ദിവസം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് ദീപ്തി കുളിക്കാൻ വേണ്ടി പോയിരുന്നു. അവിടെ എത്തിയപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ദിവ്യ. ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി അവൾക്ക്. പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് ചെന്ന കാര്യങ്ങളെല്ലാം ശരിയായി നോക്കി. അമ്മയോട് മോനെ നോക്കണമെന്ന് പറഞ്ഞിറങ്ങി. ഒരു നിമിഷം സ്തംഭിച്ചു പോയിരുന്നു. മോൻ്റെ ക്രീം തീർന്നു, ഇവിടെ കിട്ടില്ല, ഡോക്ടർ കുറിച്ചതാ, ടൗണിൽ കിട്ടും. അപ്പോൾ നീ പോകുമ്പോൾ നിന്റെ കൂടെ വരാമെന്ന് വിചാരിച്ചു. രാവിലെ നീതുവിൻ്റെ ഒപ്പം വരുന്ന ഫോൺ വിളിക്കാനായിരുന്നു ദിവ്യ കരുതിയത്. അത് നടക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഒപ്പം ചേച്ചിയുണ്ടെങ്കിൽ അവൾക്കൊപ്പം വിളിക്കാൻ സാധിക്കില്ല. കോളേജിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പരീക്ഷ തുടങ്ങും. പിന്നെ വിളിക്കാനുള്ള സമയം കാണില്ല. സാരമില്ല, ഉച്ചയ്ക്ക് ശേഷം വിളിക്കാമെന്ന് അവൾ വിചാരിച്ചു. തിരികെ വരുമ്പോൾ ഒരുപാട് സമയമുണ്ട്. അവൾക്കൊപ്പമുള്ള സീറ്റിൽ തന്നെയായിരുന്നു ദീപ്തി ഇരുന്നത്. അതിനുശേഷം കോളേജിലെ പടി വരെ അവൾക്കൊപ്പം ചെല്ലുകയും ചെയ്തിരുന്നു. നിനക്ക് എത്ര നേരം പരീക്ഷയുണ്ട്? 2 മണിക്കൂർ. അത്രേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ കോളേജിന് പുറത്ത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ. ദിവ്യയുടെ ഹൃദയത്തിൽ ഒരു കൊള്ളിയാൻ മിന്നി. ചേച്ചി എന്തുദ്ദേശിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ തള്ളാൻ വയ്യ. ചേച്ചിക്ക് നേരത്തെ പൊയ്ക്കൂടെ? എന്നെ നോക്കിയിരിക്കേണ്ട, ഒരുപാട് സമയമെടുക്കും. അത് സാരമില്ല. ഇനി ഇപ്പം തന്നെ ബസ്സിലൊക്കെ തൂങ്ങിപ്പിടിച്ചു പോകുന്നത് ഒരു ചടങ്ങാണ്. ഞാൻ പുറത്തിരിക്കാം. നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് വരുമ്പോഴേക്കും ഞാൻ നോക്കിയിരിക്കാം. അവൾക്കൊന്ന് സംസാരിക്കാൻ പോലും അവസരം നൽകാതെ ദീപ്തി അവൾക്കൊപ്പം നിന്നു. ആ പരീക്ഷ ശരിക്ക് എഴുതാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അവനോട് സംസാരിക്കാതെ ദുഃഖം മനസ്സിനെ വരിഞ്ഞു മുറുക്കുകയാണ്. ഒന്നും നീതുവിനോട് പോലും സംസാരിക്കാതെ ഒപ്പം നിൽക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞിട്ടും ദിവ്യ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു. ദിവ്യ വീട്ടിലേക്ക് ചെന്നതും പിറ്റേ ദിവസത്തേക്കുള്ള പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെയോ അവൾ പഠിച്ചു. പിറ്റേ ദിവസം മറ്റൊരു കാരണം പറഞ്ഞ് കൂടെ ഇറങ്ങി ദീപ്തി. അതോടെ ദിവ്യയുടെ മനസ്സിൽ ചെറിയൊരു സംശയം മുള പൊട്ടിയിരുന്നു. പക്ഷെ അറിയാനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് അതൊരു സംശയമായി തന്നെ അവശേഷിച്ചു. അവസാന ദിവസം എങ്ങനെയും നീതുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വിളിക്കണമെന്ന് അവൾ ഉദ്ദേശിച്ചിരുന്നു. അവസാനം അവൾ ഒരു കത്ത് ചോദ്യപേപ്പറിൽ എഴുതി ബാഗിലിട്ടു. പരീക്ഷാ ഹാളിൽ നിന്നും ഇറങ്ങിയാൽ നീതുവിനെ കാണാൻ സാധിക്കില്ല.
തങ്ങൾ രണ്ടുപേരും 2 ഹാളിലാണ്. തിരികെ ബസ്സിലിരിക്കുമ്പോഴാണ് നീതുവിൻ്റെ ബാഗിൽ ചോദ്യപേപ്പർ ഇട്ടത്. നീതു വീട്ടിലേക്ക് വന്ന് ബാഗ് തുറന്നപ്പോഴാണ് അതിലൊരു പേപ്പർ കണ്ടത്. അത് തുറന്നു നോക്കിയതും അതിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: വീട്ടിൽ ഞങ്ങളുടെ കാര്യം അറിഞ്ഞുവെന്ന് സംശയമുണ്ട്. എനിക്ക് അനുവേട്ടനെ വിളിക്കാൻ പറ്റുന്നില്ല. നിന്റെ ഫോണിൽ നിന്നും വിളിക്കണം. അമ്മയുടെ ഫോൺ കേടാണെന്ന് മാത്രം പറയണം. മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയേണ്ട. പഠനത്തിനിടയിൽ ഒരു ടെൻഷൻ അടിക്കാൻ അവസരം നൽകണ്ട. സംഭവം എന്താണെന്ന് കൃത്യമായി മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ നീതു പെട്ടെന്ന് ഫോൺ എടുത്ത് അവളുടെ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്ന മറുപടിയാണ് പറഞ്ഞത്. ദിവ്യ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിരിക്കുന്ന നമ്പറിലേക്ക് അവൾ ഡയൽ ചെയ്തു. ആദ്യത്തെ റിങ്ങിൽ ഫോൺ എടുത്തില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ ഒരു മെസ്സേജ് അയച്ചു: ഞാൻ നീതുവാണ്, ദിവ്യയുടെ ഫ്രണ്ട്. ആ മെസ്സേജ് അയച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കോൾ ഇങ്ങോട്ട് വന്നു. പെട്ടെന്ന് അവൾ കോൾ എടുത്തു. ഹലോ, ഞാൻ നീതുവാ ചേട്ടാ. ആ നീതു, മനസ്സിലായി. എന്താ വിളിച്ചേ? ദിവ്യ അടുത്തുണ്ടോ? ഇല്ല, അവളുടെ അമ്മയുടെ ഫോണിന് എന്തോ കംപ്ലൈൻറ്റ്. 2-3 ദിവസമായിട്ട് ഓൺ ആകുന്നില്ലെന്ന് പറഞ്ഞു. വിളിച്ച് കിട്ടാത്തപ്പോൾ ചേട്ടൻ ടെൻഷൻ അടിക്കരുത് എന്ന് വിളിച്ചു പറയണമെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് വിളിച്ചതാണ്. കംപ്ലൈൻറ്റോ? അപ്പോൾ വിളിക്കാൻ പറ്റില്ലേ? അതെ ചേട്ടാ, ഫുള്ളായിട്ട് കാര്യം എനിക്കറിയില്ല. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേറെ? അവൻ ഉത്കണ്ഠയായി. കുഴപ്പമൊന്നുമില്ല, ഫോൺ വിളിക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമായിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ നീതുവിനൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകാം. പോയിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കാം. പ്രശ്നം എന്താണെന്ന് അറിയില്ല. അവളുടെ ഫോൺ ഓഫ് ആയതുകൊണ്ട് ഞാനിപ്പോൾ വിളിച്ചിട്ടും കിട്ടുന്നില്ല. പിന്നെ അവളുടെ അച്ഛൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ. അങ്കിള് കടയിലായിരിക്കും. ഇപ്പോൾ ഞാൻ വിളിച്ചാലും അവളോട് സംസാരിക്കാൻ പറ്റില്ല. രാത്രിയിൽ ഞാനൊന്ന് വിളിച്ചു നോക്കാം. എന്നിട്ട് എന്താണെന്ന് ചേട്ടനെ അറിയിക്കാം. ശരി നീതു, മറക്കരുത്. ക്യാഷ് ഇല്ലെങ്കിൽ മിസ് കോൾ അടിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അത് കുഴപ്പമില്ല ചേട്ടാ, ഓഫറുണ്ട്. അവൾ ഫോൺ കട്ട് ചെയ്തു. ദിവ്യയുടെ വീട്ടിൽ കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്ന് നീതുവിന് വ്യക്തമായിരുന്നു. 2 ദിവസത്തെ ദീപ്തിയുടെ വരവും ഒന്നും സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ഒപ്പമുള്ള നിൽപ്പും കണ്ടപ്പോൾ തന്നെ അത് ഉറപ്പിച്ചതായിരുന്നു അവൾ. ഇപ്പോൾ ഇതുകൂടി ആയപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ദിവ്യ നേരിടേണ്ടത് എന്ന ആദിയായിരുന്നു നീതുവിനുണ്ടായിരുന്നത്. അവളുടെ വീട്ടിൽ ഈ ബന്ധം സമ്മതിക്കില്ലെന്ന് മറ്റാരേക്കാൾ നന്നായി നീതുവിന് അറിയാമായിരുന്നു. വൈകുന്നേരം 7 മണിയോടെയാണ് നീതു ദിവ്യയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. ഹലോ അങ്കിളെ, നീതുവാ. ആ മോളെ, എന്താ? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആൻറ്റിയുടെ ഫോണിൽ അതാ വിളിച്ചത്. എൻ്റെ ഒരു ബുക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചോദിക്കാനാണ്. മടിച്ചാണ് അവൾ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ കൊടുക്കാം. ദിവ്യ, നീതു വിളിക്കുന്നു. അച്ഛൻ വിളിച്ചു പറഞ്ഞതും മുറിയിൽ നിന്നും ഓടിയാണ് അവൾ എത്തിയത്. ഒരു നിമിഷം ദീപ്തിയുടെ തലച്ചോറിൽ ഒരു പ്രകമ്പനം തോന്നിയിരുന്നു. അവളും പെട്ടെന്ന് ഉമ്മറത്തേക്ക് വന്നു. പൊട്ടിക്കരയണമെന്ന് തോന്നിയിരുന്നു അവൾക്ക്. ദീപ്തി അരികിൽ നിൽക്കുകയാണ്. ഒന്നും തനിക്ക് പറയാൻ സാധിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഹലോ നീതു, ഡി എന്താ പ്രശ്നം? നീ എഴുതിയിട്ട് പോയത് എന്താടി? ദീപ്തി ഒന്ന് നോക്കി അവൾ ചോദിച്ചു. അവളുടെ പരിഭ്രമം കണ്ടപ്പോൾ തന്നെ അരികിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് നീതുവിന് തോന്നിയിരുന്നു. നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? അതേടി. എങ്കിൽ ഞാൻ പറയുന്നത് നീ ഇങ്ങോട്ട് മറുപടി ഒന്നും പറയണ്ട, കേട്ടാൽ മതി. സൗണ്ട് നന്നായിട്ട് കുറച്ചിട. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ എൻ്റെ ഒരു ബുക്ക് നിന്റെ കയ്യിൽ ഉണ്ടെന്ന് അങ്കിളിനോട് പറഞ്ഞത്. ആ, നിന്റെ ബുക്ക് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ നാളെ തരാം. മറന്നുപോയി ഇന്ന് തരാൻ. ഞാൻ വീട്ടിൽ കൊണ്ടുതരാം നാളെ. ദിവ്യ അല്പം നീങ്ങി നിന്ന് പറഞ്ഞു. നീ വീട്ടിലേക്ക് വന്നാലും ദീപ്തി ചേച്ചി ഒപ്പം വരും. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങനെ ആയിരിക്കും ചെയ്യുക. ഞാൻ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞു. നിന്നോടൊന്ന് സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ വീട്ടിലേക്ക് വരാം എന്ന് വിചാരിച്ചാലും നമ്മുടെ അടുത്തു നിന്നും ചേച്ചി മാറില്ല. ഒന്ന് വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെന്താ ഒരു മാർഗം? വീട്ടിൽ നിന്റെ കാര്യം അറിഞ്ഞുവെന്ന് ഞാൻ ആളിനോട് പറയട്ടെ? ആൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കാൻ പറ്റിയാലോ? അത് വേണ്ട. ആ ബുക്ക് അഞ്ജുവിന് കൊടുക്കേണ്ടേ? കൊടുത്താൽ നന്ദയ്ക്ക് വിഷമമാകും. മാത്രമല്ല അവൾക്ക് പരീക്ഷയുണ്ടല്ലോ അടുത്ത മാസം. അപ്പോൾ പിന്നെ പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കില്ല. നീതു എത്ര ബുദ്ധിമുട്ടിയാണ് സംസാരിക്കുന്നതെന്ന് നീതുവിന് മനസ്സിലായിരുന്നു. 1 മാസമൊക്കെ കാര്യം പറയാതെ എങ്ങനെയാ പോവുക? കുറച്ച് ദിവസം കൂടി വിളിക്കാതെ ആവുമ്പോൾ ആൾക്ക് കാര്യം മനസ്സിലാവില്ലേ? അപ്പോൾ ടെൻഷൻ അടിക്കുന്നതിലും നല്ലത് പറയുന്നതല്ലേ? ഞാനിത് കുഴപ്പമില്ലാത്ത രീതിയിൽ ആളോട് സംസാരിക്കാം. അതൊക്കെ ആ ഒരു സെൻസിൽ എടുക്കുന്ന ആളാണ്. ട്രെയിനിങ് കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറയാം. നീ പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട എന്ന് ഞാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതിനുശേഷം ഈ ഫോണിലേക്ക് വിളിച്ചിട്ട് നിന്നെ അറിയിക്കാം. അല്ലെങ്കിൽ ദീപ്തി ചേച്ചിയുടെ നമ്പർ ഇതാ, ആ ഫോണിലേക്ക് വിളിക്കാം. അച്ഛനൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ. അത് വേണ്ട നീതു, നമ്മളന്ന് റെക്കോർഡ് ബുക്ക് വെച്ചതുപോലെ ആയി പോകും. ദിവ്യ ഉദ്ദേശിച്ചത് ദീപ്തിയുടെ ഫോണിൽ റെക്കോർഡ് ഉണ്ടാകുമെന്നാണെന്ന് നീതുവിന് മനസ്സിലായിരുന്നു. ശരി, എങ്കിൽ ഞാൻ നാളെ വൈകിട്ട് വിളിക്കാം. നീ ടെൻഷൻ അടിക്കേണ്ട. ശരിയടി. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ദിവ്യ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. എന്ത് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് ദീപ്തിക്ക് മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെയോ വ്യക്തമായ രീതിയിൽ നീതുവിനോട് അവൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ദീപ്തിക്ക് മനസ്സിലായി.
തന്നേക്കാൾ ഒരു മുഴം മുൻപേ അവൾ എറിഞ്ഞിട്ടുണ്ടെന്നും മനസ്സിലായിരുന്നു. സംശയത്തോടെ അവളെ നോക്കി ദീപ്തി അടുക്കളയിലേക്ക് പോയി. ഉടനെ തന്നെ നീതു അനന്തുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. 1-2 ബെല്ലിനുള്ളിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു. ആ നീതു വിളിച്ചു. ചേട്ടൻ ടെൻഷൻ ആവരുത്, ട്രെയിനിങ്ങിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യരുത്. അത് പ്രത്യേകം അവൾ പറഞ്ഞത്. എന്താണ് നീതു? അവളുടെ വീട്ടിലെ ചെറുതായിട്ട് നിങ്ങളുടെ കാര്യം അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരാണെന്നറിഞ്ഞില്ല. അവൾക്കൊരു അഫെയർ ഉണ്ടെന്നോ മറ്റോ, അതുകൊണ്ടാവാം ഫോൺ ഇങ്ങനെ ഓഫ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ഭയങ്കര ചെക്കിംഗ് ആണ്. 2 ദിവസത്തെ എക്സാമിന് അവിടെ ചേച്ചിയൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പോലും ശരിക്ക് സംസാരിക്കാൻ അനുവദിച്ചില്ല. മൊത്തത്തിൽ അവളെ ഒരുമാതിരി വീട്ടിൽ നിന്ന് വെളിയിലിറക്കാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. 1 മാസം എന്താണെങ്കിലും ചേട്ടൻ പിടിച്ചു നിൽക്കണമെന്ന് അവൾ പറഞ്ഞത്. ഇന്നെനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് എഴുതി തന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പോലും അവൾക്ക് വ്യക്തമായി ഒന്നും എന്നോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയാലും അവൾക്ക് ഫോൺ വിളിക്കാനും പറ്റില്ല. കുറച്ച് സമയം അനന്തു മൗനമായിരുന്നു. അവന് തല പെരുക്കുന്നത് പോലെ തോന്നി. കാത്തിരിക്കൂ, അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.